ഹാർ കി ജീത്ത് സുദർശൻ്റെ ഒരു വളരെ നല്ല മെസ്സേജ് തരുന്ന ഒരു ചെറിയ കഥയാണ്. സുദർശൻ എന്ന് പറയുമ്പം കഥാസമ്രാട്ട് പ്രേംചന്ദിൻ്റെ അതേ കാലഘട്ടത്തിൽ കണ്ടംപററി ആയിട്ട് എഴുതിയിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അതേ കാലഘട്ടത്തിൽ എന്ന് മാത്രമല്ല, പ്രേംചന്ദിൻ്റെ എഴുത്തിൻ്റെ ആ ഒരു രീതിയെ പിന്തുടർന്ന ഒരു എഴുത്തുകാരനാണ് സുദർശൻ. ഇദ്ദേഹത്തിൻ്റെ ഒറിജിനൽ നെയിം ബദ്രിനാഥ് ഭട്ടായിരുന്നു. ഉറുദുവിലായിരുന്നു ബേസിക്കലി എഴുതിയിരുന്നത്. അദ്ദേഹം പിന്നീട് ഹിന്ദിയിൽ കഥകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹാർ കി ജീത്തും അതേപോലത്തെ ഒരു കഥയാണ്. സുദർശൻ്റെ എല്ലാ കഥകളും അങ്ങനെ ഒരു ആദർശവാദി ദൃഷ്ടികോണാണ്. ആദർശം എന്ന് പറയുമ്പം എങ്ങനെ ആകണം സമൂഹം, അദ്ദേഹത്തിന് അതായിരുന്നു മുൻതൂക്കം. യഥാർത്ഥം എന്ന് പറയുമ്പം റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ സുദർശൻ്റെ കഥകളിൽ എപ്പോഴും സമൂഹം എങ്ങനെ ആയിരിക്കണം, സുധാർവാദി ദൃഷ്ടികോണായിരുന്നു. അദ്ദേഹത്തിന് ഇംപ്രൊവൈസ് ചെയ്യാനായിരുന്നു താല്പര്യം സൊസൈറ്റീനെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കഥകളിൽ അങ്ങനത്തെ മെസ്സേജസാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് നിരൂപകർ ഇതിനെ വിമർശിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കഥകൾ എല്ലാം ഇങ്ങനെ ഇത്രയും ആദർശവാദി മെസ്സേജ് തരുന്നത് ആക്ച്വലി നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ അല്ലല്ലോ, റിയാലിറ്റി ടോട്ടലി ഡിഫറെൻ്റ് ആണല്ലോ. ബട്ട് സ്റ്റിൽ സുദർശൻ്റെ വ്യൂ എന്തായിരുന്നെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു റിയലിസ്റ്റിക് സമൂഹത്തിനെ ഒരു ആദർശവാദി സമൂഹത്തിലേക്ക് നയിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഈ ഒരു സ്റ്റോറിയും ഹാർ കി ജീത്ത് എന്ന് വെച്ചാൽ തോൽവിക്ക് ഒരു ജയം കൽപ്പിക്കുന്ന ഒരു ടൈറ്റിലാണ്. അപ്പോൾ ഈ തോൽവി എല്ലാ സമയത്തും തിന്മ എല്ലാ സമയത്തും തിന്മയായിട്ടിരിക്കില്ല. ഉസ്കി ബി ജീത്ത് ഹോഗി, അതും ഒരു കാലഘട്ടത്തിൽ ജയിക്കും. നന്മ എന്തായാലും തിന്മയേക്കാളും ഒരു പടി മുന്നിൽ നിൽക്കും. അങ്ങനത്തെ ഒരു മെസ്സേജാണ് ലേഖക് ആഗ്രഹിക്കുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്റ്റോറിയിലും. അതുകൊണ്ടാണ് ഒരു 1920s എഴുതിയിരുന്ന കഥ ഇന്നൊരു 100-103 വർഷം കഴിഞ്ഞും അതിൻ്റെ പ്രസക്തി അതുകൊണ്ടാണ്. ചെറിയ ചെറിയ ക്ലാസ്സസിൽ CBSE ICSE സിലബസിലൊക്കെ ചെറിയ ക്ലാസ്സസിലൊക്കെ ഈ സ്റ്റോറി റൺ ചെയ്യുന്നുണ്ട് ഇന്നും. നമുക്ക് നോക്കാം ആ കഥ എന്താണ് കൺവേ ചെയ്യുന്നത്. माँ को अपने बेटे, साहूकार को अपने देनदार और किसान को अपने लहलहाते खेत देखकर जो आनंद आता है, वही आनंद बाबा भारती को अपना घोड़ा देखकर आता था. ബാബ ഭാരതി ഈ ഒരു കഥയിലെ ഒരു ക്യാരക്ടറാണ്, പ്രധാന ക്യാരക്ടറാണ്. അദ്ദേഹം ഒരു സന്യാസിയാണ്. അദ്ദേഹത്തിൻ്റെ കുതിര ഈ കഥയിലെ വേറൊരു പ്രധാന ക്യാരക്ടറാണ്. മാക്കോ അപ്നെ ബേട്ടെ, ഒരു മകനെ കാണുമ്പം അമ്മയുടെ മനസ്സിൽ, അമ്മയുടെ കണ്ണുകളിൽ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷവും ആനന്ദവും ഒരു പ്രതീക്ഷയും. അതുപോലെ തന്നെ സാഹുക്കാർക്കോ അപ്നെ ദേൻദാർ, സാഹുക്കാരാണ് വലിയ പണക്കാരൻ, പൈസ എല്ലാം കടം കൊടുക്കുന്ന വ്യക്തി, മുതലാളി. അയാൾക്ക് തിരിച്ചിങ്ങോട്ട് പൈസ തരാനുള്ള ആൾക്കാർ, ദേൻദാർ, കടം മേടിച്ചിട്ട് പലിശ സഹിതം തിരിച്ചു കൊണ്ടുവരുന്ന വ്യക്തിയെ കാണുമ്പോൾ ഒരു ആനന്ദം ഉണ്ടല്ലോ, ഒരു സന്തോഷം. അതുപോലെ കിസാൻ കോ അപ്നെ ലഹലഹാത്തെ ഖേത്ത്, കർഷകന് തന്നെ അധ്വാനിച്ച കൃഷിഭൂമിയിൽ വിളവൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ആ ഒരു നെൽപ്പാടമോ ഏതെങ്കിലും ഒരു വിളവ് ആയി നിൽക്കുന്ന ഒരു കൃഷിസ്ഥലം കാണുമ്പോൾ ഉള്ള സന്തോഷം. ഇങ്ങനെയാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ആരാണ് എഴുത്തുകാരൻ? ബാബ ഭാരതിക്ക് തൻ്റെ കുതിരയെ കാണുമ്പം തോന്നുന്നത്. അപ്പം വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. ഒരു സന്യാസിയാണ്. സന്യാസിയുടെ അർത്ഥം തന്നെ എല്ലാം ത്യജിക്കുന്നവനാണ്. പക്ഷേ ആ സന്യാസിക്ക് പോലും ഈ കുതിരയോടുള്ള ഒരു മോഹം, അതൊരു അമ്മയ്ക്ക് തൻ്റെ മകനെ കാണുമ്പം ഉണ്ടാകുന്നൊരു ആനന്ദവും, അതുപോലെ തന്നെ കർഷകന് തോന്നുന്ന ഒരു സന്തോഷവും സാഹൂക്കാരന് തോന്നുന്ന ഒരു സന്തോഷവുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ബാബ ഭാരതി എന്ന സന്യാസിക്ക് തൻ്റെ കുതിരയെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. ഭഗവത് ഭജൻ സെ ജോ സമയ ബച്താ വഹ ഘോड़े को अर्पण हो जाता. वह घोड़ा बड़ा सुंदर था, बड़ा बलवान. घोड़ा कैसा था? बड़ा സുന്ദർ था, കാണാൻ വളരെ മനോഹരമായിരുന്നു. ബഡാ ബൽവാൻ, നല്ല സ്ട്രോങ് ആയിരുന്നു. ഉസ്കെ ജോഡ് കാ ഘോഡ സാരേ ഇലാക്കെ മേ ന ഥ, അതുപോലത്തെ ഒരു കുതിര, അത്രയും ഭംഗിയുള്ള നല്ല സൗന്ദര്യവും നല്ല ബലവാനുമായിട്ടുള്ള ആ കുതിരയുടെ ഒരു പെയർ, അതേപോലത്തെ ഒരു കുതിര ആ ഏരിയയിൽ ഇല്ലായിരുന്നു. ബാബ ഭാരതി ഉസെ സുൽത്താൻ കെഹക്കർ പുകാർത്തെ, അപ്നെ ഹാത്ത് സെ ഖർഹറാ കർത്തെ, ഖുദ് ദാന ഖിലാത്തെ और देख देख कर प्रसन्न होते थे. അപ്പോൾ ഈ സന്യാസി സ്വയം അതിന് ഭക്ഷണം കൊടുക്കുന്നു, അതിനെ പരിപാലിക്കുന്നു എന്ന് മാത്രമല്ല, അതിനെ ഓരോ നിമിഷവും കാണുമ്പോൾ അയാളുടെ മനസ്സിൽ അങ്ങ് സന്തോഷം കൂടുകയാണ് ചെയ്യുന്നത്.
ऐसे लगन, ऐसे प्यार, ऐसे स्नेह से कोई सच्चा प्रेमी अपने प्यारे को भी न चाहता होगा. ബാബ ഭാരതിക്ക് തൻ്റെ കുതിരയോടുള്ള സ്നേഹം കണ്ടാൽ ശരിക്കും നമുക്ക് ഒരു ശരിക്കും പ്രേമത്തിലായ ഒരു കമിതാക്കൾ പോലും ഇത്രയധികം സ്നേഹം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. उन्होंने अपना सब कुछ छोड़ दिया था, रुपया, माल, असबाब, ज़मीन, यहाँ तक कि उन्हें नागरिक जीवन से भी घृणा थी. अब गांव से बाहर एक छोटे से मंदिर में रहते और ഭഗവാൻ കാ ഭജൻ करते थे. ഈ ബാബ ഭാരതിയുടെ ഒരു പ്രത്യേകത, അദ്ദേഹം തൻ്റെ എല്ലാം ത്യജിച്ചിരുന്നു. തൻ്റെ സ്വത്ത് വകകൾ, ഈവൻ ടൗണിൽ താമസിക്കുന്നത് പോലും അദ്ദേഹത്തിന് ആർഭാടമായിട്ട് തോന്നിയത് കാരണം ഗ്രാമത്തിൽ ഒരു ചെറിയ കുടിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. परंतु सुल्तान से बिछुड़ने की वेदना उनके लिए असह्य थी. मैं इसके बिना नहीं रह सकूँगा. उन्हें ऐसी ഭ്രാന്തി സി ഹോ ഗയി थी. അപ്പോൾ എല്ലാം ത്യജിച്ച ബാബ ഭാരതി പക്ഷേ തൻ്റെ കുതിരയെ ഇതുവരെ ത്യജിച്ചില്ല. കാരണം അദ്ദേഹത്തിനൊരു തോന്നൽ, ഈ സുൽത്താൻ, കുതിരയുടെ പേരാണ് സുൽത്താൻ, ഓർത്ത് വെച്ചേരെ, സുൽത്താനെ പിരിഞ്ഞ് എനിക്കൊരു ജീവിതം സംഭാവ്യമല്ല എന്നാണ് ബാബ ഭാരതിക്ക് തോന്നിയത്. വേ ഉസ്കി ചാൽ പർ ലട്ടു थे. कहते ऐसा चलता है जैसे मोर घनघटा को देख कर नाच रहा हो. ആ കുതിര സുൽത്താൻ്റെ ആ ഒരു റോയൽ മജസ്റ്റിക് ആയിട്ടുള്ള ഒരു നടത്ത കാണുമ്പം ബാബ ഭാരതി സ്വയം അതിനെ വിശേഷിപ്പിക്കുന്നത് മയിൽ മേഘങ്ങളെ കാണുമ്പം, മഴ പെയ്യാൻ പോകുന്ന മേഘങ്ങളെ കാണുമ്പം നൃത്തമാടുന്ന പോലാണ് എൻ്റെ കുതിര നടക്കുന്നത്. गाँवों के लोग इस प्रेम को देख कर चकित थे. कभी कभी कनखियों से इशारे भी करते, परंतु ബാബ ഭാരതി को इसकी परवाह न थी. അപ്പോൾ ഗ്രാമവാസികൾ ഈ ഒരു സന്യാസിയുടെ ഈ ഒരു കുതിരയോടുള്ള അമിത മോഹം കണ്ടിട്ട് കൻഖ്യോസെ ദേഖ്തേ, കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കും, കണ്ടോ ഇങ്ങരുടെ ഒരു കുതിരയോടുള്ള ഒരു ആസക്തി കണ്ടോ. കാരണം എന്തായാലും ജനങ്ങളുടെ മുമ്പിൽ ഇദ്ദേഹം ഒരു സന്യാസിയാണ്. അപ്പോൾ ഒരു സന്യാസിക്ക് ഒന്നിനോടും മോഹം പാടില്ല, വസ്ത്രത്തിനോടും സ്വത്തിനോടും ഒന്നിനോടും അമിതമായി മോഹം പാടില്ല. പക്ഷേ ബാബ ഭാരതിയുടെ ഈ ഒരു അമിത മോഹം ജനങ്ങൾക്കറിയാമായിരുന്നു, ഗ്രാമവാസികൾക്കറിയാമായിരുന്നു. അവർ പരസ്പരം അതിങ്ങനെ ചർച്ചാ വിഷയമാക്കുമായിരുന്നു. പക്ഷേ ബാബ ഭാരതിക്ക് അതൊരു വിഷയമേ അല്ലായിരുന്നു. ജബ് തക് സന്ധ്യാ സമയ സുൽത്താൻ പർ ചढ़कर 8-10 മീൽ കാ ചക്കർ ന ലഗാ ലേത്തെ ഉൻഹെ ചൈൻ ന ആത്ത. സന്ധ്യ ആവുമ്പോൾ ഈ കുതിരയുടെ മുകളിൽ കയറി കുറച്ച് ദൂരം സഞ്ചരിക്കും ബാബ ഭാരതി എന്നും. അങ്ങനെ ചെയ്യാതെ അദ്ദേഹത്തിനൊരു സമാധാനവും ആ ദിവസം വരില്ല. खड़क सिंह उस इलाके का प्रसिद्ध डाकू था. लोग उसका नाम सुनकर कांपते थे. होते होते सुल्तान की कीर्ति उसके कानों तक भी पहुंची. ഇനി അടുത്ത ക്യാരക്ടർ, ഈ കഥയിലെ നെക്സ്റ്റ് ക്യാരക്ടറാണ് ഖഡക് സിംഗ്. ഖഡക് സിംഗ് ആ ഏരിയയിലെ ഡാക്കു ആയിരുന്നു. ഡാക്കു ആരാണ്? ജോ ഡക്കൈത്ത് കർത്താ ഹെ, കൊള്ളയടിക്കുന്നവൻ. അപ്പോൾ ഡാക്കുവും ചോറും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. എന്താണെന്നറിയാമോ? ചോറെന്ന് പറയുമ്പം ഒളിഞ്ഞും പാത്തും വീട്ടുകാരില്ലാത്തപ്പം വന്ന് പേടിച്ച് ചോറും പേടിച്ചാണ് വരുന്നത് എന്നിട്ട് വന്ന് കട്ടിട്ട് പോകുന്ന വ്യക്തിയാണ് നമ്മൾ ചോറെന്ന് പറയുന്നത്. പക്ഷേ ഡാക്കു എന്ന് പറയുമ്പം സ്ട്രെയിറ്റ് ഫോർവേഡ് വന്ന് കുതിരപ്പുറത്ത്, പണ്ടത്തെ കാലത്തൊക്കെ കുതിരപ്പുറത്ത് വരും, തോക്ക് ചൂണ്ടി പട്ടാപ്പകൽ കയ്യിലുള്ളതെല്ലാം ഇങ്ങ് എടുക്കാൻ പറയും. അല്ലെങ്കിൽ ട്രെയിനിൽ കയറും. ട്രെയിനിൽ കയറിയിട്ട് ഡാക്കു ആക്രമണം ഉണ്ടാവും. എല്ലാവരുടെയും ഒരുമിച്ചങ്ങ് കൊള്ളയടിക്കും. മുഖാമുഖം നോക്കിയിട്ടാണ് ഡാക്കു. അതുകൊണ്ട് ഈ ഖഡക് സിംഗ് ആ ഏരിയയിലെ ഒരു വളരെ കുപ്രസിദ്ധനായ ഡാക്കു ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ബാബ ഭാരതിക്കൊരു കുതിരയുണ്ടെന്നും ആ കുതിര വളരെ നല്ലതാണെന്നും ഈ ഒരു ശ്രുതി ഖഡക് സിംഗിൻ്റെ ചെവിയിലും എത്തി. उसका हृदय उसे देखने के लिए अधीर हो उठा. वह एक दिन दोपहर के समय बाबा भारती के पास पहुंचा और नमस्कार करके बैठ गया. അപ്പോൾ ഈ കുതിരയെ കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ബാബ ഭാരതിയുടെ അടുത്ത് ആരെത്തും? ഖഡക് സിംഗ് ഒരു നട്ടുച്ചയ്ക്ക് എത്തും. बाबा भारती ने पूछा, खड़क सिंह क्या हाल है? खड़क सिंह ने सिर झुकाकर उत्तर दिया, आपकी दया है. कहो इधर कैसे आ गए? അപ്പം ബാബ ഭാരതി സന്യാസിക്ക് ഡാക്കു ആണോ ആരാന്നൊന്നുമില്ല, എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യും. സന്യാസി അദ്ദേഹത്തിനോട് ഇരിക്കാൻ പറയും. എന്താ വന്നേന്ന് ചോദിക്കും. സുൽത്താൻ കി ചാഹ ഖീഞ്ച് ലായി. അപ്പോൾ ഡാക്കു ഉള്ള കാര്യം പറയും. എനിക്ക് സുൽത്താൻ്റെ പേരും പെരുമയും കേട്ട് അവനെ കാണാൻ തോന്നി, അതുകൊണ്ട് ഞാൻ വന്നു. വിചിത്ര ജാൻവർ ഹെ,
देखोगे तो प्रसन्न हो जाओगे. അപ്പോൾ ബാബ ഭാരതി പറയും ആ ഒരു കുതിര ഒരു പ്രത്യേക സ്പെഷ്യൽ ടൈപ്പാണ്, കണ്ടാൽ തന്നെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയും. मैंने भी बड़ी प्रशंसा सुनी है. അപ്പോൾ ഖഡ്ഗ് സിംഗ് പറയും ഞാനും വളരെയധികം കേട്ടിട്ടുണ്ട്. उसकी चाल तुम्हारा मन मोह लेगी. कहते हैं देखने में भी बहुत सुंदर है. क्या कहना, जो उसे एक बार देख लेता है उसके हृदय पर उसकी छवि अंकित हो जाती है. അപ്പോൾ ഖഡഗ് സിംഗ് പറയും അത് കാണാൻ ഭയങ്കര മനോഹരമാണ്, കണ്ടാൽ എല്ലാവരുടെയും മനസ്സ് മോഹിക്കുമെന്ന് കേട്ടല്ലോ. ബാബ ഭാരതി പറയും ഉസെ ജോ ഏക് ബാർ ദേഖ് ലേത്താ ഹൈ ഉസ്കെ ഹൃദയ പർ ഉസ്കി ഛവി അങ്കിത് ഹോ ജാത്തി ഹൈ. ഒരിക്കൽ നമ്മൾ അതിനെ കണ്ടാൽ നമ്മുടെ മനസ്സിൽ അതങ്ങ് പതിയും. ബഹുത് ദിനോ സെ അഭിലാഷ थी ആജ് ഉപസ്ഥിത് ഹോ സകാ ഹൂം. ഇപ്പോൾ ഖഡഗ് സിംഗ് പറയും എൻ്റെ മനസ്സിൽ കുറേ നാൾ കൊണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഈ കുതിരയെ ഒന്ന് കാണണമെന്ന്, ഇന്നാണ് എനിക്ക് പറ്റിയത്. बाबा और खड़ग सिंह दोनों अस्तबल में पहुँचे. बाबा ने घोड़ा दिखाया घमंड से, खड़ग सिंह ने घोड़ा देखा ആശ്ചര്യ സെ. ഇപ്പം രണ്ടുപേരും കുതിരയെ കാണാൻ വേണ്ടി അസ്തബൽ മേ പਹੁഞ്ചെ. അസ്തബൽ എന്തുവാണ്? സ്റ്റേബിൾ, കുതിരയൊക്കെ വെക്കുന്ന തൊഴുത്ത്, അതിനെയാണ് അസ്തബൽ എന്ന് പറയുന്നത്. ബാബാനെ ഘോടാ ദിഖായ ഘമണ്ട് സെ. അപ്പം കാഫി ഘമണ്ട് സെ, ഒരു സ്വകാര്യ അഹങ്കാരമാണ് ഈ കുതിര ബാബ ഭാരതിക്ക്. അപ്പം വളരെ അഹങ്കാരത്തോടു കൂടി ഈ കുതിരേനെ ഷോ ഓഫ് ചെയ്യും. ഖഡഗ് സിംഗിനെ ഘോട ദേഖ ആശ്ചര്യ സെ. അപ്പോൾ ഈ ഡാക്കുവാണ്, ഡാക്കുവിൻ്റെ പ്രധാന മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് കുതിരയാണ്. ഡാക്കുവിന് ഒരുപാട് കുതിരകളും കാണും, കാരണം കുതിരയുടെ പുറത്താണ് അവർ സഞ്ചരിക്കുന്നത് അന്നത്തെ കാലത്ത്. ഈ ഒരു കുതിരയെ കണ്ടപ്പം ഖഡഗ് സിംഗും അങ്ങ് ആശ്ചര്യചകിത്തായി, അതിശയിച്ചു പോയി. उसने सैकड़ों घोड़े देखे थे परंतु ऐसा बांका घोड़ा उसकी आंखों से कभी न गुजरा था. ഒരുപാട് കുതിരകളെ കണ്ടിട്ടുണ്ട് ഖഡഗ് സിംഗ്, പക്ഷേ ഇത്രയും ലക്ഷണമൊത്ത ഒരു കുതിര ആദ്യമായിട്ടാണ്. सोचने लगा भाग्य की बात है, ऐसा घोड़ा खड़ग सिंह के पास होना चाहिए था. इस साधु को ऐसी चीज़ों से क्या लाभ. പെട്ടെന്ന് അയാളുടെ മനസ്സിൽ വന്നു, ഡാക്കുവാണ്, അയാൾക്ക് ഏത് നല്ല കാര്യം കണ്ടാലും സ്വന്തമാക്കാനുള്ളൊരു ടെൻഡൻസി നാച്ചുറലി ഉണ്ട്. അപ്പോൾ അയാൾ പറയും ഇത്രയും നല്ല കുതിര എൻ്റെ കയ്യിലാണ് ആവേണ്ടത്, ഈ സന്യാസിക്ക് എന്തിനാ ഈ കുതിര. कुछ देर तक आश्चर्य से चुपचाप खड़ा रहा. इसके पश्चात हृदय में हलचल होने लगी. बालकों किसी अधीरता से बोला, परंतु बाबा जी इसकी चाल न देखी तो क्या. അപ്പോൾ അയാൾ ഇതെങ്ങനെയാണ് കണ്ട് ഭയങ്കര മനോഹരമാണ് കാണാൻ, ഇതിൻ്റെ ആ ഒരു ഇതെങ്ങനെയാണ് കുതിര ഓടുന്നത്, ആ നടത്ത അത് കാണാതെ എങ്ങനെ പോകാൻ പറ്റും. बाबा जी भी मनुष्य ही थे. अपनी वस्तु की प्रशंसा दूसरे के मुख से सुनने के लिए उनका हृदय अधीर हो गया. घोड़े को खोलकर बाहर लाए और उसकी पीठ पर हाथ फेरने लगे. അപ്പം ബാബ നാച്ചുറലി എത്ര സന്യാസിയാന്ന് പറഞ്ഞാലും മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ മനുഷ്യൻ എപ്പോഴും നമ്മളെ ആരെങ്കിലും പുകഴ്ത്തുന്നത്, നമ്മുടെ കയ്യിലുള്ള വസ്തു ആരെങ്കിലും നല്ലതാണെന്ന് പറയുന്നത്, അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് നമുക്ക് സന്തോഷമാണ്. അപ്പോൾ സന്യാസിയും അതിൽ നിന്ന് വ്യത്യസ്തനല്ല. അയാൾക്ക് സന്തോഷമായി. അയാൾ എന്ത് ചെയ്ത് കുതിരേനെ വെളിയിലെടുത്തു. घोड़े को खोलकर बाहर लाए और उसकी पीठ पर हाथ फेरने लगे. एकाएक उचक्कर सवार हो गए. घोड़ा वायु वेग से उड़ने लगा. അപ്പോൾ ഈ സന്യാസി ഈ ഖഡഗ് സിംഗിനെ കാണിക്കാൻ വേണ്ടി കുതിരപ്പുറത്ത് കയറി നല്ല വായു വേഗത്തിൽ പറക്കാൻ തുടങ്ങി കുതിര. उसकी चाल देख कर, उसकी गति देख कर खड़ग सिंह के हृदय पर सांप लौट गया. वह डाकू था और जो वस्तु उसे पसंद आ जाए उस पर अपना अधिकार समझता था. ആ കുതിരയുടെ ആ ഒരു പറക്കൽ കണ്ടിട്ട് ഖഡഗ് സിംഗ് കെ ഹൃദയ പർ സാപ്പ് ലോട്ടുകയാണ്, നെഞ്ചത്തിലൂടെ ഒരു പാമ്പ് എഴഞ്ഞു പോകുന്ന പോലെ തോന്നി. എന്നുവെച്ചാൽ അത്രയ്ക്ക് അസൂയ തോന്നി. എത്രയും വേഗം ആ കുതിരയെ സ്വന്തമാക്കണമെന്നൊരു ആഗ്രഹവും തോന്നി. और वैसे भी वो डाकू था, जो वस्तु उसे पसंद आ जाए उस पर अपना अधिकार समझता था. ഏത് വസ്തു അവൻ ഇഷ്ടപ്പെടുന്നോ അത് അവൻ്റേതാണെന്നല്ലെങ്കിലും അവനൊരു ചിന്തയുണ്ടായിരുന്നു, കാരണം അവന് ബേസിക്കലി ഒരു ഡാക്കുവാണ്. उसके पास बाहुबल था और आदमी भी. जाते जाते उसने कहा, बाबा जी मैं यह घोड़ा आपके पास न रहने दूंगा. അപ്പോൾ അയാളുടെ കയ്യിൽ ബാഹുബൽ ഉണ്ടായിരുന്നു, അല്ലേ, ശക്തി ഉണ്ടായിരുന്നു. ആദ്മി ബി ഥേ, ഒരുപാട് കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു അയാളെ സപ്പോർട്ട് ചെയ്യാൻ. ജാത്തെ ജാത്തെ ഉസ്നെ കഹ, ബാബാ ജി മൈ യഹ ഘോഡ ആപ്കെ പാസ് ന രഹ്നെ ദൂങ്ക. പോയ പോക്കിന് അയാൾ പറയും, ബാബാജി ഈ കുതിര ഞാൻ സ്വന്തമാക്കും, ഇത് ഞാൻ താങ്കളുടെ കയ്യിൽ വെക്കാൻ അനുവദിക്കില്ല. ബാബ ഭാരതി ഡർ ഗए. अब उन्हें रात को नींद न आती थी.
सारी रात अस्तबल की रखवाली में कटने लगी. പേടിച്ചുപോയി ബാബ ഭാരതി. രാത്രി മുഴുവനും ആ തൊഴുത്ത് കുതിരയിരിക്കുന്ന ആ ഒരു അസ്തബലിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. കാരണം എപ്പോഴും പേടിയാണ്, എപ്പോഴാണ് ഖഡക് സിംഗ് അത് സ്വന്തമാക്കുന്നതെന്ന് അറിയില്ല. प्रतिक्षण खड़ग सिंह का भय लगा रहता, परंतु कई मास बीत गए और वह न आया. यहाँ तक कि बाबा भारती कुछ लापरवाह हो गए और इस भय को സ്വപ്ന കെ ഭയ കി നായി മിഥ്യ സമജ്നെ ലഗി. കുറേ രാത്രി ഇങ്ങനെ കാവലിരുന്നു. പക്ഷെ പിന്നെ ബാബ ഭാരതിക്ക് തോന്നി, അങ്ങനെ ഖഡക് സിംഗ് എൻ്റെ അടുത്ത് ചെയ്യില്ലായിരിക്കും. തോ വേ തോടെ ലാപർവാഹ് ഹോ ഗയേ. കുറച്ച് അയവ് വന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു നിരീക്ഷണത്തിൽ. കുതിരയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അല്പം ലാപർവാഹായി. संध्या का समय था. बाबा भारती सुल्तान की पीठ पर सवार होकर घूमने जा रहे थे. इस समय उनकी आंखों में चमक थी, मुख पर प्रसन्नता. അങ്ങനെ കുറേ ദിവസം പേടിച്ച് എല്ലാ രാത്രിയിലും ഈ ഒരു കുതിരയെ സംരക്ഷിച്ച ബാബാ ഭാരതി കുറച്ച് നാളിന് ശേഷം അല്പം അതൊക്കെ മറന്നു. ഒരു സന്ധ്യാസമയത്ത് അദ്ദേഹം ഇങ്ങനെ സുൽത്താൻ്റെ മുകളിൽ കയറിയിരുന്ന് ഇങ്ങനെ പോവുമായിരുന്നു. ആ സുൽത്താൻ്റെ മുകളിൽ കയറിയിരുന്ന് പോകുമ്പം ഉൻകി ആഖോമേ ചമക് ഥി, ഉൻകെ മുഖ് പർ പ്രസന്നത. ഒരു കാരണവുമില്ലാതെ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു ചൈതന്യം ആ സമയത്ത് കൂടുതലായിട്ട് തോന്നും. എപ്പോഴാണ് ആ കുതിരയുടെ മുകളിൽ സവാരി ചെയ്യുമ്പോൾ. കഭി ഘോടെ കെ ശരീർ കോ ദേഖ്തേ, കഭി ഉസ്കെ രംഗ് കോ और मन में फूले न समाते थे. ചിലപ്പം കുതിരയുടെ സൗന്ദര്യം കണ്ടിട്ട് അതിൻ്റെ നിറം കണ്ടിട്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു പ്രത്യേക ആനന്ദം വരും ഈ കുതിരയെ കാണുമ്പോൾ. സഹസ ഏക് ഓർ സെ ആവാസ് ആയി, ഓ ബാബ ഇസ് കങ്കിലേക്ക് സുൻതേ ജാന. പെട്ടെന്ന് ഒരു പാവപ്പെട്ടവൻ ഒരു ദയനീയമായ സ്വരം കേൾക്കും. എന്താണ്? ഓ ബാബ ഇസ് കങ്കിലേക്ക് സുൻതേ ജാന. ബാബ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കുമോന്ന്. आवाज़ में करुणा थी. बाबा ने घोड़े को रोक लिया. देखा एक अपाहिज वृक्ष की छाया में पड़ा कराह रहा है. बोले क्यों, तुम्हें क्या कष्ट है? അപ്പോൾ ഈ സൗണ്ട് എവിടുന്നാണ് വന്നത്? ഒരു അപ്പാഹിജ്, ഒരു വയ്യാത്ത ഡിസേബിൾഡ് പേഴ്സൺ അവിടെ ഒരു മരത്തിൻ്റെ തണലിൽ ഇങ്ങനെ വേദനിച്ചിരിക്കുകയാണ്. ബാബ ചോദിക്കും, തുമേ ക്യാ കഷ്ട് ഹൈ? അപ്പാഹിജ് ने हाथ जोड़कर कहा, बाबा मैं दुखियारा हूँ, मुझ पर दया करो. रामावाला यहाँ से 3 मील है, मुझे वहाँ जाना है. घोड़े पर चढ़ा लो, परमात्मा भला करेगा. അപ്പോൾ ആ ഡിസേബിൾഡ് പേഴ്സൺ, വയ്യാത്ത വ്യക്തി ആ മരച്ചോട്ടി ഇരുന്നിട്ട് എന്താ പറയുന്നത്? മേ ഏക് ദുഖിയാരാ ഹൂँ, എനിക്ക് തീരെ വയ്യ, മുജ് പർ ദയാ കറോ. എനിക്ക് രമാവാല എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകേണ്ടത്, ഇവിടുന്ന് 3 മൈൽ അകലെയാണ്, എന്നെ ഈ കുതിരപ്പുറത്തൊന്ന് ഇരുത്തുവോ. വഹാ തുമാരാ കോൻ ഹെ? ദുർഗാദത്ത് വൈദ്യ കാ നാം ആപ്നെ സുനാ ഹോഗാ, മേ ഉൻകാ സോത്തേല ഭായി ഹൂँ. നിങ്ങളുടെ ആ ഒരു ഗ്രാമത്തിൽ ആരാ ഉള്ളതെന്ന് ചോദിക്കുമ്പം ആ ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തി പറയുകയും ചെയ്യും, അയാൾക്ക് അവിടെ ആരാ ഉള്ളത്? ദുർഗാദത്ത് വൈദ്യൻ്റെ സോത്തേല ബ്രദറാണ്, സഹോദരനാന്ന് പറയും. അപ്പോൾ ഒരു വിശ്വസനീയതയും തോന്നും. ബാബ ഭാരതിനെ घोड़े से उतरकर अपाहिज को घोड़े पर सवार किया और स्वयं उसकी लगान पकड़कर ധീരെ ധീരെ ചലനെ ലഗെ. അപ്പോൾ കുതിരപ്പുറത്തിരുന്ന ബാബ ഭാരതി ഈ വയ്യാത്ത വ്യക്തിയുടെ അവസ്ഥ കണ്ടിട്ട് കുതിരയിൽ നിന്നിറങ്ങും. എന്നിട്ട് അയാളെ പിടിച്ച് മുകളിലിരുത്തിയിട്ട് ബാബ ഭാരതി സൈഡിൽ ഘോടേക്ക് ലഗാൻ പക്കടുക്കർ, അതിനെ ആ കടിഞ്ഞാനും പിടിച്ച് ബാബ ഭാരതി മെല്ലെ നടക്കും. सहसा उन्हें एक झटका सा लगा और लगाम हाथ से छूट गई. उनके आश्चर्य का ठिकाना न रहा जब उन्होंने देखा कि अपाहिज घोड़े की पीठ पर तन कर बैठा है और घोड़े को दौड़ाए लिए जा रहा है. പെട്ടെന്ന് ഈ കയ്യിൽ നിന്ന്, ബാബ ഭാരതിയുടെ കയ്യിൽ നിന്ന് ഈ കടിഞ്ഞാൻ അങ്ങ് വിട്ടുപോകും. കാണുമ്പോൾ എന്തുവാ, കുതിര വായു വേഗത്തിൽ പറക്കുകയാണ്. എന്നിട്ട് ഈ വയ്യാത്ത വ്യക്തി നല്ല നിവർന്നിരുന്ന് വളരെ സ്പീഡിൽ ആ കുതിരയെ ഓടിക്കുകയാണ്. उनके मुख से भय, विस्मय और निराशा से मिली हुई चीख निकल गई. പെട്ടെന്ന് ഈ ബാബ ഭാരതി അങ്ങ് നിലവിളിക്കും. പേടിച്ചിട്ടാണോ, അതിശയിച്ചിട്ടാണോ, അതോ നിരാശ കൊണ്ടാണോ, ഏതായാലും കൊള്ളാം. വഹ അപാഹിജ് ഡാക്കു ഖഡക് സിംഗ് ഥാ. പിന്നെയാണ് അയാൾ റെക്കഗ്നൈസ് ചെയ്തത് ആ ഒരു വയ്യാത്ത വ്യക്തിയായിട്ട് അഭിനയിച്ചത് ആരായിരുന്നു? ഡാക്കു ഖഡക് സിംഗ് ആണ്. बाबा भारती कुछ देर तक चुप रहे और कुछ समय पश्चात कुछ निश्चय करके पूरे बल से चिल्लाकर बोले, जरा ठहर जाओ. ബാബ ഭാരതിക്ക് ആദ്യം ഒരു വലിയ അതിശയമുണ്ടായി, പേടിച്ചുപോയി, ഞെട്ടിപ്പോയി.
പക്ഷേ പിന്നീട് അദ്ദേഹം പെട്ടെന്ന് ലൗഡായിട്ട് വിളിച്ചു പറയും, അല്പം ഒന്ന് നിൽക്കുവോ. खड़क सिंह ने यह आवाज़ सुनकर घोड़ा रोक लिया और उसकी गर्दन पर प्यार से हाथ फेरते हुए कहा, बाबा जी यह घोड़ा अब न दूंगा. ഒന്ന് നിൽക്കുമോ എന്ന ബാബാഭാരതിയുടെ ചോദ്യത്തിന് മുന്നിൽ ഖടക് സിംഗ് കുതിര നിർത്തും. എന്നിട്ട് പറയും, ബാബ ഈ കുതിര ഞാൻ ഇനി തരില്ല. परंतु एक बात सुनते जाओ. खड़क सिंह ठहर गया. बाबा भारती ने निकट जाकर उसकी ओर ऐसी आंखों से देखा जैसे बकरा कसाई की ओर देखता है और कहा, यह घोड़ा तुम्हारा हो चुका है, मैं तुमसे इसे वापस करने के लिए न कहूँगा, परंतु खड़क सिंह केवल एक प्रार्थना करता हूँ, इसे अस्वीकार न करना, नहीं तो मेरा दिल टूट जाएगा. അപ്പം ഖടക് സിംഗിൻ്റെ അടുത്ത് വളരെ ദയനീയമായി ബാബ ഭാരതി എങ്ങനെയാണ് നോക്കുന്നത്, എഴുത്തുകാരൻ അതിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? ऐसी आँखों से देखा जैसे बकरा कसाई की ओर देखता है. കസായി ആരാണ്? ഈ അറവശാലയിലൊക്കെ മാടുകളെയൊക്കെ വെട്ടുന്ന വ്യക്തി. അപ്പോൾ ഒരു വെട്ടാൻ കൊണ്ടുപോകുന്ന, കൊല്ലാൻ കൊണ്ടുപോകുന്ന ആട് ദയനീയമായി കസായിയെ നോക്കുന്ന പോലാണ്, അറവുകാരനെ നോക്കുന്ന പോലാണ് ബാബ ഭാരതി ഖടക് സിംഗിനെ നോക്കിയത്. എന്നിട്ട് അദ്ദേഹം പറയും, യഹ് ഘോഡ തുമാരാ ഹോ ചുക്കാ ഹെ, ഞാൻ ഈ കുതിരയെ തിരിച്ചു വാങ്ങിക്കുന്നില്ല, ഇത് നിൻ്റെ ആയി. मैं तुमसे इसे वापस करने के लिए ना कहूँगा, परंतु खड़क सिंह केवल एक प्रार्थना करता हूँ, इसे अस्वीकार ना करना, नहीं तो मेरा दिल टूट जाएगा. നീ കൊണ്ടുപോയിക്കോ, കുതിര നിൻ്റേതാണ്, ഇനി ഞാനത് തിരിച്ചു ചോദിക്കുന്നില്ല, പക്ഷേ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, അത് ഒരിക്കലും പറ്റത്തില്ല എന്ന് പറയൽ. ബാബാജി ആജ്ഞാ കീജിയെ, मैं आपका दास हूँ, केवल यह घोड़ा ना दूंगा. ബാബാജി എന്ത് വേണേലും ചോദിച്ചേരെ, മേ ആപ്കാ ദാസ് ഹൂ, ഞാനത് ചെയ്യാൻ തയ്യാറാണ്. ഒരു ദാസൻ തൻ്റെ യജമാനൻ്റെ കാര്യം ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യാൻ തയ്യാറാണ്, പക്ഷേ ഈ കുതിര തിരിച്ച് ചോദിക്കല്ലേ. അബ് ഘോഡേ കാ നാം ന ലോ, मैं तुमसे इस विषय में कुछ न कहूँगा, मेरी प्रार्थना केवल यह है कि इस घटना को किसी के सामने प्रकट न करना. അപ്പം ബാബ ഭാരതി പറയും, നീ വിഷമിക്കേണ്ട, എനിക്ക് ഈ കുതിര ഇനി തിരിച്ചു വേണ്ട, ഞാൻ ചോദിക്കുന്നുമില്ല, പക്ഷേ എൻ്റെ റിക്വസ്റ്റ് ഇത്രയേ ഉള്ളൂ, ഈ ഒരു രീതിയിലാണ് നീ എൻ്റെ ഇനി കുതിര എടുത്തേന്നുള്ളത്. ഏത് രീതി? വയ്യാത്ത ഒരു വ്യക്തിയായിട്ട് അഭിനയിച്ച് കാപട്യത്തിലൂടെയാണ് നീ എൻ്റെ നീ കുതിര കൈക്കലാക്കിയെന്നുള്ള സത്യം വേറെ ആരോടും ദയവേത് പറയല്ലേ. ഖടക് സിംഗ് का मुंह आश्चर्य से खुला रह गया. उसका विचार था कि उसे घोड़े को लेकर यहाँ से भागना पड़ेगा, परंतु बाबा भारती ने स्वयं उसे कहा कि इस घटना को किसी के सामने प्रकट न करना, इससे क्या प्रयोजन सिद्ध हो सकता है. അപ്പോൾ ഖടക് സിംഗ് ബേസിക്കലി ഒരു തിന്മയുടെ കൂടാരമാണ്. ആ വ്യക്തി പലരെയും കൊള്ളയടിക്കുന്നൊരു വ്യക്തിയാണ്, അല്ലേ? നല്ലത് കണ്ട സ്വന്തമാക്കാൻ തീരുമാനിക്കുന്നൊരു വ്യക്തിയാണ്. അത് ആരുടെ എന്ത് എന്നൊന്നുമല്ല. ഇപ്പം തന്നെ ഈ ഒരു സന്യാസിയുടെ ഏക സ്വത്താണ് ഈ ഒരു കുതിര, ഏക സന്തോഷത്തിൻ്റെ ഒരു മാർഗമാണ്. പക്ഷേ അത് ഖടക് സിംഗിന് സ്വന്തമാക്കാൻ തോന്നി, അദ്ദേഹം ചെയ്തു. പക്ഷേ ഈ ഒരു സന്യാസി തൻ്റെ കുതിരയെ തിരിച്ചു ചോദിക്കുന്നില്ല, പകരം എന്താ പറയുന്നത്, ഈ ഒരു ഇൻസിഡൻറ്റ് ആരോടും പറയരുത്. ഖടക് സിംഗിനെ അത് ചിന്തിക്കാൻ പ്രേരിപ്പിച്ച്, എന്തുകൊണ്ടാകാം ഈ വ്യക്തി ഇങ്ങനെ പറയുന്നത്? വേറൊരാളാണെങ്കിൽ നാട്ടുകാരോടെല്ലാം പറയും, ആ ഖടക് സിംഗ് എൻ്റെ കയ്യിലുള്ള എൻ്റെ സുൽത്താനെ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി, എന്നെ ഇങ്ങനെ വഞ്ചിച്ചു, ഈ രീതിയിൽ കൊണ്ടുപോയി, ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു, ഇങ്ങനെ കളിയാക്കി കൊണ്ടുപോയി, ഇങ്ങനെ കൊണ്ടുപോയി, ഈ ഒരു മാർഗത്തിലൂടെ അവൻ കൈക്കലാക്കി എന്ന് 10 പേരോട് പറയുക ചെയ്യുന്നത് സാധാരണ വ്യക്തികൾ. അപ്പോൾ ഖടക് സിംഗിനെ ഇത് ചിന്തിപ്പിച്ചു. उसने बहुत सोचा, बहुत सिर मारा, परंतु कुछ समझ न सका. हार कर उसने अपनी आंखें बाबा भारती के मुख पर गड़ा दी और पूछा, बाबा जी इसमें आपको क्या डर है. അങ്ങനെ वो हार गया, അവൻ തോറ്റ്, അവന് മനസ്സുകൊണ്ട് തോറ്റ്. കുതിര കൈക്കലാക്കിയപ്പോൾ അവൻ ജയിച്ചു എന്നാണ് അവൻ വിചാരിച്ചത്. പക്ഷേ ഈ സന്യാസിയുടെ മുമ്പിൽ മനസ്സുകൊണ്ട് തോറ്റിട്ട് അയാൾ സന്യാസിയോട് ചോദിക്കും, ബാബ ഭാരതിയോട് ചോദിക്കും, ഇസ്മേ ആപ്കോ ക്യാ ഡർ ഹെ, ഞാൻ നാട്ടുകാരോട് ഇത് പറഞ്ഞാൽ താങ്കൾക്ക് എന്താണ് ഭയം? താങ്കളെ ആക്ച്വലി സന്തോഷിക്കല്ലേ വേണ്ടത് വാസ്തവത്തിൽ. സുൻകർ ബാബ ഭാരതി ने उत्तर दिया, लोगों को यदि इस घटना का पता लग गया तो वो किसी गरीब पर विश्वास न करेंगे. നോക്കൂ, ആ സന്യാസി എത്ര വേറിട്ടാണ് ചിന്തിച്ചത്. അദ്ദേഹം പറഞ്ഞത്, ഈ കഥ കേട്ടാൽ പിന്നീട് ആരും വഴിയെ കാണുന്ന ഒരു ഡിസേബിൾഡ് പേഴ്സണെ ഹെൽപ്പ് ചെയ്യില്ല.
കാരണം നമ്മുടെ ലോകത്ത് പൊതുവേ നമ്മൾ ജനറലൈസ് ചെയ്യും. ഏതൊരു കാര്യവും ഒരു പർട്ടിക്കുലർ ജാതിയിൽപ്പെട്ട ഒരു വ്യക്തി ഇങ്ങനെ പെരുമാറണമെങ്കിൽ നമ്മൾ പറയാം, ഓ ആ കൂട്ടരേ അങ്ങനെയാണ്, അവരെ വിശ്വസിക്കാനേ കൊള്ളില്ല. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ രാഷ്ട്രീയ പാർട്ടി അക്രമം നടത്തുകയാണെങ്കിൽ നമ്മൾ ജനറലൈസ് ചെയ്യും. അതിൽ കുറച്ച് പേര് ചെയ്യുന്നത് നമ്മൾ ജനറലൈസ് ചെയ്യും. അങ്ങനെ ഒരു സ്വഭാവം സൊസൈറ്റിയിൽ ഉള്ളതുകൊണ്ട്, ബാബ ഭാരതിക്ക് അത് നല്ലപോലെ അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം എന്താ പറയുന്നത്, ലോഗോं को यदि इस घटना का पता लग गया तो वो किसी गरीब पर विश्वास न करेंगे. ഈ ഒരു ഇൻസിഡൻറ്റ് കേട്ടാൽ പിന്നെ വഴിയെ ഭിക്ഷ യാചിക്കുന്നവരെയോ ഇങ്ങനെ ഹെൽപ്പ് ആവശ്യപ്പെടുന്നവരെ അവർ ചിലപ്പോൾ യഥാർത്ഥത്തിൽ ഭിക്ഷക്കാരായിരിക്കും, പക്ഷേ വിശ്വസിക്കത്തില്ല ആരും. और यह कहते कहते उन्होंने सुल्तान की ओर से इस तरह मुंह मोड़ लिया जैसे उनका उससे कभी कोई संबंध ही न रहा हो. ഇത്രയും പറഞ്ഞിട്ട് ബാബ ഭാരതി അവിടുന്ന് സുൽത്താനെ പോലും പിന്നീട് നോക്കിയില്ല, മുഖം തിരിച്ചു. ആസിഫ് സുൽത്താനുമായിട്ട് അദ്ദേഹത്തിന് ഒരു ബന്ധവുമില്ല. കാരണം മനസ്സുകൊണ്ട് അത് ബാബ ഭാരതി അംഗീകരിച്ചു. എന്താണ്, ഈ കുതിര ഇനി ആരുടെയാണ്? എൻ്റെ അല്ല, ഖടക് സിംഗിൻ്റെയാണ്. ഇതാണ് സുദർശൻ്റെ ഒരു ആദർശവാദി വിചാർ. ഒരിക്കലും ഇങ്ങനെ പോസിബിൾ അല്ല. കാരണം നമ്മൾ നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ്, ബാബ ഭാരതിക്ക് ഈ കുതിരയില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. ഈ കുതിര അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യ സന്തോഷവും സുഖവുമായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഒറ്റ നിമിഷം കൊണ്ട് ബാബ ഭാരതി അതിൽ നിന്നങ്ങ് മുഖം തിരിച്ചു. और वे चले गए, परंतु उनके शब्द खड़क सिंह के कानों में उसी प्रकार गूंज रहे थे. सोचता था कैसे ऊंचे विचार हैं, कैसा पवित्र भाव है. उन्हें इस घोड़े से प्रेम था. इसे देखकर उनका मुख फूल की नाई खिल जाता था. कहते थे इसके बिना मैं रह न सकूँगा. മറുവശത്ത് ഖടക് സിംഗിൻ്റെ മനസ്സിലും ഒരു അതിശയകരമായ പരിവർത്തനം ഉണ്ടായി. അദ്ദേഹം ഈ ബാബ ഭാരതിയെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി. കേസെ ഊഞ്ചെ വിചാർ ഹേ, എത്ര ഹൈ തിങ്കിങ് ആണ്. ഇദ്ദേഹത്തെ പറ്റിയാണോ ഞാൻ കേട്ടത്, ഈ കുതിരയില്ലാതെ ഇദ്ദേഹത്തിന് ജീവിക്കാനൊക്കില്ല എന്ന്. പക്ഷേ ഒരു നിമിഷം കൊണ്ട് ഈ കുതിര നിൻ്റേതാണ് എന്ന് പറഞ്ഞ് എൻ്റെ ഈ തന്നിട്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് തിരിഞ്ഞ് നടന്നു കളഞ്ഞു. ആസിഫ് ഈ കുതിരയായിട്ട് അദ്ദേഹത്തിന് ഒരു റിലേഷൻഷിപ്പും ഇല്ല. कहते थे इसके बिना मैं रह न सकूँगा, इसकी रखवाली में वे कई रात सोए नहीं. അപ്പോൾ ഈ ന്യൂസ് എല്ലാം ഖടക് സിംഗിന് എത്തിയിട്ടുണ്ട്. രാത്രി മുഴുവനും ഈ സന്യാസി ഉറങ്ങുന്നില്ല, ഈ കുതിരയെ കാവലിരിക്കുകയാണ്. ഭജൻ ഭക്തി ന കർ रखवाली करते रहे, परंतु आज उनके मुख पर दुख की रेखा तक दिखाई न पड़ती थी. ഭക്തി മാർഗത്തിൽ നിന്ന് പോലും വ്യതിചലിച്ച് ഈ കുതിരയ്ക്ക് കാവലിരുന്ന വ്യക്തിയാണോ ഇത്? ഇത്രയും നിസ്സാരമായിട്ട് കുതിരയെ വിട്ടിട്ടങ്ങ് പോയി കളഞ്ഞ്. उन्हें केवल यह ख्याल था कि कहीं लोग गरीबों पर विश्वास करना न छोड़ दे. उन्होंने अपनी निज की हानि को मनुष्यत्व की हानि पर न्योछावर कर दिया. ऐसा मनुष्य नहीं देवता है. അപ്പോൾ ഖടക് സിംഗിൻ്റെ മനസ്സിൽ വളരെയധികം തിന്മ ചെയ്യുന്ന ഒരുപാട് പേരെ ദ്രോഹിച്ചിട്ടുള്ള ഖടക് സിംഗിൻ്റെ മനസ്സിൽ ബാബ ഭാരതി ഒരു ദേവത, ഒരു ദേവന് തുല്യമായി മാറി. കാരണം ഈ വ്യക്തിക്ക് തൻ്റെ കുതിര നഷ്ടപ്പെട്ടതിനേക്കാളും മനുഷ്യത്വത്തിൻ്റെ മുകളിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ അദ്ദേഹം ഇത്രയും വലിയ ത്യാഗം ചെയ്യുന്ന കണ്ടിട്ട് ഖടക് സിംഗിൻ്റെ മനസ്സിനൊരു പരിവർത്തനം ഉണ്ടായി. രാത്രി के अंधकार में खड़क सिंह बाबा भारती के मंदिर पहुंचा. चारों ओर सन्नाटा था. आकाश पर तारे टिमटिमा रहे थे. थोड़ी दूर पर गांवों के कुत्ते भौंक रहे थे. मंदिर के अंदर कोई शब्द सुनाई न देता था. ഖടക് സിംഗ് സുൽത്താൻ കി ബാഗ് പക്കടേ ഹുവേ ഥാ. അങ്ങനെ ഖടക് സിംഗിൻ്റെ മനസ്സിൻ്റെ പരിവർത്തനം എത്രമാത്രമായിരുന്നു. ആ രാത്രി തന്നെ അദ്ദേഹം ആ കുതിരയായിട്ട് തിരിച്ച് ബാബ ഭാരതിയുടെ കുടിലിൻ്റെ അടുത്ത് എത്തി. वह धीरे धीरे अस्तबल के फाटक पर पहुंचा. फाटक किसी वियोगी की आंखों की तरह चौपट खुला था. किसी समय वहाँ बाबा भारती स्वयं लाठी लेकर पहरा देते थे, परंतु आज उन्हें किसी चोरी किसी डाके का ഭയ ന ഥ. ഒരു കാലത്ത് ഈ ഒരു അസ്തബലിൻ്റെ വെളിയിൽ, ഈ ഒരു കുതിരയുടെ ആ തൊഴുത്തിൻ്റെ വെളിയിൽ ബാബ ഭാരതി എത്രയോ കാവലിരുന്നിട്ടുള്ളതാണ്. പക്ഷേ ഇന്നവിടെ ആരുമില്ല. ക്യോ? ഹാനിനെ ഉൻഹെ ഹാനി കി തരഫ് സെ ബേപർവാഹ് കർ ദിയാ ഥ. അദ്ദേഹത്തിനൊരു ഹാനി സംഭവിച്ചു. ആ ഒരു ബാബ ഭാരതിക്ക് ഒരു കുതിര നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെടലിലൂടെ ഇനി അദ്ദേഹത്തിന് വേറെ നഷ്ടപ്പെടാൻ ഒന്നുമേ ഇല്ല. तो इसलिए वे ബേപർവാഹ ഹോ ഗയേ ഥേ. ഇനി അദ്ദേഹത്തിന് ഒരു കാര്യത്തിൻ്റെയും ടെൻഷൻ. നമ്മുടെ കയ്യിൽ ഒരുപാട് സ്വത്തുള്ളപ്പോഴാണ്, അത് ആഭരണങ്ങൾ, സ്വർണം,
അത് ആഭരണങ്ങളുടെ രൂപത്തിലായാലും പൈസയുടെ രൂപത്തിലായാലും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉള്ളപ്പോഴാണല്ലോ നഷ്ടപ്പെടാനുള്ളൊരു ചിന്ത വരുന്നത്. അപ്പോൾ ഇപ്പോൾ ബാബ ഭാരതിക്ക് പ്രത്യേകിച്ച് ഒന്നും കയ്യിലില്ല. അതുകൊണ്ട് വേ ബേപർവാ थे. खड़क सिंह ने आगे बढ़कर सुल्तान को उसके स्थान पर बांध दिया और बाहर निकलकर सावधानी से फाटक बंद कर दिया. മെല്ലെ വന്നു, അകത്ത് കൊണ്ടുവന്ന് കുതിരയെ കെട്ടി യഥാസ്ഥാനത്ത് കെട്ടിയിട്ട് പിതുക്കെ ഖടക് സിംഗ് അങ്ങ് വെളി വന്നു. ഇസ് സമയ ഉസ്കി ആँखों में നേക്കി കെ ആസു थे. അപ്പോൾ ഒരു വളരെ ദുഷ്ടനായ ഒരു ഡാക്കുവിൻ്റെ ഹൃദയപരിവർത്തനാണ് ഇവിടെ ലേഖക് കാണിക്കുന്നത്. ടോട്ടൽ ചേഞ്ച് വന്നു. അദ്ദേഹം കരയാൻ തുടങ്ങി ആ ഒരു കുറ്റബോധത്തോടുകൂടി. अंधकार में रात्रि ने तीसरा पहर समाप्त किया और चौथा पहर आरंभ होते ही बाबा भारती ने अपनी कुटिया से बाहर निकल ठंडे जल से स्नान किया. उसके पश्चात इस प्रकार जैसे कोई स्वप्न में चल रहा हो उनके पांव अस्तबल की ओर मुड़े. അടുത്ത ദിവസം അതിരാവിലെ ആസ് യൂഷ്വൽ ബാബ ഭാരതി കുളിച്ച് പതിവ് പോലെ അദ്ദേഹത്തിൻ്റെ കാല് നാച്ചുറലി ഏതിലേക്ക് പോകുമായിരുന്നു. രാവിലെ എണ്ണീറ്റപ്പം നമുക്കും നമ്മളും ഏതെങ്കിലും ഒരു പെറ്റ് ആനിമലിനെ വളർത്തുന്നവർക്കറിയാം, രാവിലെ എണ്ണീക്കുമ്പം ആദ്യം ഓടിപ്പോയി അതിൻ്റെ മുഖം കാണുന്ന ഭയങ്കര സന്തോഷമാണ്. അതുപോലെ ബാബ ഭാരതി പതിവ് തെറ്റിക്കാതെ ആ അസ്തബലിൻ്റെ അടുത്തേക്ക് നടന്നു. പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലായി, പെട്ടെന്ന് ഓർമ്മ വന്നു കുതിര അവിടെ ഇല്ലല്ലോ എന്ന്. परंतु फाटक पर पहुंचकर उनको अपनी भूल प्रतीत हुई. साथ ही घोर निराशा ने पांवों को मन भर का भारी बना दिया. वे वहीं रुक गए. പെട്ടെന്ന് അങ്ങ് ആകെ വിഷമമായി. അദ്ദേഹത്തിൻ്റെ കാലുകൾ അവിടെ തന്നെ അങ്ങ് ചലിക്കാതെ അങ്ങ് നിന്ന്. വിഷമം കാരണം അദ്ദേഹത്തിന് താങ്ങാൻ പറ്റിയില്ല. घोड़े ने अपने स्वामी के पांवों की चाप को पहचान लिया और जोर से हिनहिनाया. പക്ഷെ കുതിരയ്ക്ക് പെട്ടെന്നത് മനസ്സിലായി തൻ്റെ സ്വാമിയാണ് വന്നത്. നിശബ്ദമായിട്ടാണ് ബാബ ഭാരതി വന്നതെങ്കിലും കുതിരയ്ക്ക് മനസ്സിലായി. അബ് ഓർ ഉസ്നെ ക്യാ കിയ ജോർ സെ ഹിൻഹിനായ. വളരെ ലൗഡായിട്ട് കുതിര സൗണ്ട് ഉണ്ടാക്കി. अब बाबा भारती दौड़ते हुए अंदर घुसे और अपने घोड़े को गले से लिपट कर इस प्रकार रोने लगे जैसे बिछड़ा हुआ पिता चिरकाल के पश्चात पुत्र से मिलकर रोता है. ബാബ ഭാരതി പെട്ടെന്ന് ഞെട്ടിപ്പോയി. തൻ്റെ കുതിരേനെ അവിടെ കണ്ടിട്ട് ഓടി വന്ന് എങ്ങനെയാണ് അതിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞത്, എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? ജैसे कोई पिता चिरकाल से बिछड़े हुए पुत्र से मिलता है. അച്ഛൻ കുറേ നാളിന് ശേഷം കണ്ടുമുട്ടുന്ന പുത്രനെ കണ്ട് വിലപിക്കുന്ന പോലെയാണ് ആ കുതിരേനെ കെട്ടിപ്പിടിച്ച് ബാബ ഭാരതി കരയാൻ തുടങ്ങിയത്. बार बार उसकी पीठ पर हाथ फेरते, बार बार उसके मुख पर थपकियाँ देते और कहते अब कोई गरीबों की सहायता से मुँह न मोड़ेगा. അതിനെ ഇങ്ങനെ സ്നേഹിച്ചിട്ട് പറയും, ഇനി ആരും പാവപ്പെട്ടവരെ കാണുമ്പോൾ ശങ്കിക്കത്തില്ല, ഡൗട്ടടിക്കത്തില്ല, എല്ലാവരും പാവപ്പെട്ടവരെ ഹെൽപ്പ് ചെയ്യും. थोड़ी देर के बाद जब वह अस्तबल से बाहर निकले तो उनकी आंखों से आंसू बह रहे थे. ये आंसू उसी भूमि पर ठीक उसी जगह गिर रहे थे जहाँ बाहर निकलने के बाद खड़क सिंह खड़ा रोया था. दोनों के आंसुओं का उसी भूमि की मिट्टी पर परस्पर मिलाप हो गया. രണ്ടുപേരുടെയും കണ്ണുനീര് ആ ഭൂമിയിൽ വീണു. ഒന്ന് ബാബ ഭാരതിയുടെ കണ്ണുനീര്, ഒന്ന് ആ ഖടക് സിംഗിൻ്റെ കണ്ണുനീര്. ഈ കുതിരനെ തിരിച്ചേൽപ്പിച്ചപ്പോൾ ഖടക് സിംഗിന് പശ്ചാത്താപം കൊണ്ട് അദ്ദേഹം കരയുകയുണ്ടായി. മറുവശത്ത് ബാബ ഭാരതിക്ക് തൻ്റെ കുതിരയെ കിട്ടിയ സന്തോഷവും അതിനൊപ്പം തന്നെ അതിനൊക്കെ മേലെ ഇനിയും ആരും ഈ പാവപ്പെട്ടവരെ സംശയദൃഷ്ടിയോടെ നോക്കില്ല എന്നുള്ള ഒരു സന്തോഷത്തിൻ്റെ ഒരു കണ്ണുനീരും ആ ഭൂമിയിൽ വീണ് പതിച്ചു. അപ്പോൾ ഈ ഒരു സ്റ്റോറി നമുക്ക് മെസ്സേജ് തരുന്നത്, അച്ഛായി പർസെ അപ്ന ഭരോസ മതുഠാന. നന്മ നശിച്ചുപോയി, നന്മ എന്നേക്കുമായി തീർന്നു എന്ന് ആരും വിശ്വസിക്കാൻ പാടില്ല, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. കാരണം നന്മയും തിന്മയും ഒരേപോലെ ബാലൻസായി നിൽക്കുന്നുകൊണ്ടാണ് ഈ ലോകം ഇപ്പോഴും നിലനിൽക്കുന്നത്. ആപ്കാ സാമന കുച്ച് ബുരേ ലോഗോं से हो सकता है. കുറച്ച് ചീത്ത മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടുമുട്ടിയേക്കാം പല സാഹചര്യങ്ങളിൽ. പക്ഷേ എന്നും വെച്ച് എല്ലാ മനുഷ്യരും ചീത്തയാണെന്നല്ല. ബുരായി മേ ബി അച്ഛാ ഹോ സക്താ ഹെ. ഖടക് സിംഗിനൊരു പരിവർത്തനം വരാമെങ്കിൽ ഖടക് സിംഗ് സാധാരണ മനുഷ്യനല്ല, സകല മനുഷ്യത്വം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഡാക്കു ആവുന്നത്. കാരണം ഡാക്കുകൾ ഇപ്പം നമുക്കങ്ങനെ കേൾക്കാനില്ല, പക്ഷേ പണ്ട് ചമ്പൽ കി ഘാട്ടിയിൽ ഫൂലൻ ദേവിയുടെയൊക്കെ സ്റ്റോറീസ് നമുക്ക് കേൾക്കാം. ഇങ്ങനെ കൊള്ളയടിക്കുന്നത്, നിർദ്ദയമായിട്ടാണ് കൊള്ളയടിക്കുന്നത്, പിടിച്ചു പറിച്ചങ്ങ് കൊണ്ടുപോവാണില്ല. അപ്പോൾ അത്
ഒട്ടും മനുഷ്യത്വം ഇല്ലാത്തവരാണ് അങ്ങനെ ചെയ്യുന്നത്. ഈവൻ കള്ളന്മാരും മനുഷ്യത്വം ഇല്ലാത്തവരാണ്. ബാക്കിയുള്ളവരുടെ സ്വത്ത് കൊണ്ടുപോകുന്നു. പക്ഷേ അതിച്ചിരി നാണവും ഭയവും ഒക്കെ ഉള്ളതായിട്ട് ഒളിച്ചും പാത്തും വന്ന് കൊണ്ടുപോകുന്നു. ഇത് തീരെ നാണോ മാനോ ഇല്ലാത്തവരാണ്, തീരെയും ഒരു ദൈവഭയം ഇല്ലാത്തവരാണ് ഈ ഡാക്കുകൾ. പക്ഷേ അങ്ങനത്തെ ഒരു ഖടക് സിംഗിൻ്റെ മനസ്സ് ചേഞ്ച് ആകാമെങ്കിൽ നമ്മുടെ ലോകത്ത് ഈ കാണുന്ന ദുഷ്ടരുടെ മനസ്സ് മാറാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു സുധാർവാദി വിചാരം കൂടെയാണ് സുദർശൻ മുന്നോട്ട് വെക്കുന്നത്. ഇസ്ലിയെ ഉन्होंने हारे हुए व्यक्ति को जीतते दिखाया है. സമൂഹത്തിന് മുമ്പിൽ തോറ്റ വ്യക്തി എന്ന് മുദ്ര ചാർത്തപ്പെട്ട ഒരു ഡാക്കു ഖടക് സിംഗിനെ ജയിക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഒരു തോൽവിയിലൂടെ ജയം കാണിച്ചിട്ട് ആ ഒരു മെസ്സേജാണ് സുദർശൻ കൺവേ ചെയ്യുന്നത്. ഓക്കെ.